സോ ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എൻ്റെ ഒരു ഫസ്റ്റത്തെ ഒരു വീഡിയോ ആണ് എൻ്റെ ചാനലിൽ. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ എങ്ങനെ നമുക്കൊരു റൂബിക്സ് ക്യൂബ് എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇത് അൽഗോരിതമൊന്നുമില്ല. ഈ ഒരു സോൾവിങ്ങിൽ നമുക്ക് ആർക്കും വേണ്ടിയും പഠിക്കാമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിത് ആദ്യം ഒന്ന് ഷഫിൾ ചെയ്യട്ടെ. അപ്പോൾ ഞാനിതാ ഒന്ന് ഷഫിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, എന്താ ഫുൾ ഷഫിൾ ചെയ്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ യെല്ലോ എടുക്കുക. നമ്മൾ ഇവിടെ 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 ഇങ്ങനൊരു പ്ലസ് പോലെ നമ്മൾ വൈറ്റ് എത്തിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് ഭാഗത്തേക്ക് വൈറ്റ് കിട്ടി. ഇനി ഇങ്ങനെ ഇവിടെയും ഇവിടെയാണ് കിട്ടേണ്ടത്. സെൻറ്ററിൽ മഞ്ഞ തന്നെ ആയിരിക്കണം. പക്ഷേ ഫസ്റ്റ് പഠിക്കുന്ന ആൾക്കാർക്ക് ഞാൻ ചെയ്യണ പോലെ മഞ്ഞ വെച്ചിട്ടാണ് ചെയ്യുക. അതാണ് നല്ലത്, ഈ വീഡിയോ കണ്ട് ചെയ്യണ പോലെ. അല്ല കുറച്ച് ഇതൊന്ന് പഠിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് കളർ വെച്ചും ചെയ്യാം. അപ്പോൾ ഞാൻ മഞ്ഞ എടുത്തില്ല, എല്ലാവരും ഇതേപോലെ ചെയ്യാം. പിന്നെ നമ്മൾ ഇവിടെ ഇത് നമ്മളൊരു ബുദ്ധിക്ക് നമ്മൾ ചെയ്യണം. ഈ പ്ലസ് ചെയ്യരുത്. എങ്ങനെ പലർക്കും പല പോലെ കാര്യം വരിക. അപ്പോൾ ഞാനതാ ഇവിടെ ആണ് പ്ലസ് പോലെ ഉണ്ട്. ഇനി ഈ ഒരു ബ്ലൂ ഇങ്ങനെ ഈ വരുന്ന കളർ നമ്മൾ എടുക്കുക. ഇത് നമ്മൾ വൈറ്റിൻ്റെ അങ്ങോട്ട് ഈ ബ്ലൂ ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ മാച്ച് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇത് നേരെ അടിയിൽ കൊണ്ടുപോവുക. അതേപോലെ എല്ലാം മാച്ച് ചെയ്തു അടിയിൽ കൊണ്ടുപോയി. ഇനി റെഡും മാച്ച് ചെയ്തു അടിയിൽ കൊണ്ടുപോവുക. പിന്നെ ഗ്രീൻ അതും മാച്ച് ചെയ്തു അത് നേരെ അടിയിൽ കൊണ്ടുപോവുക. അപ്പോൾ നമുക്ക് ഇവിടെ വൈറ്റ് പ്ലസ് കിട്ടിയിട്ടുണ്ട്, വൈറ്റ്. അപ്പോൾ ഇവിടെയൊക്കെ മാച്ചാണ് നമ്മൾ ഉറപ്പ് വരുത്തണം, ഇല്ലെങ്കിൽ നമ്മൾ സോൾവ് ആവില്ല. ഇനി നമ്മൾ ചെയ്യാനുള്ളത് 4 കോർണർ പീസും നമ്മൾ വൈറ്റ് ഫില്ല് ചെയ്യണം. അത് നമ്മൾ തോന്നിയ പോലെ ഫില്ല് ചെയ്യാൻ പറ്റില്ല, അതിനും റൂൾസുകളുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ഇവിടെ വൈറ്റ് ആണെങ്കിൽ ഈ ലെയറിൽ ഏറ്റവും ടോപ്പത്തെ ലെയറിൽ എവിടെയെങ്കിലും ഒരു വൈറ്റ് പീസ് ഉണ്ട് നോക്കുക. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു വൈറ്റ് പീസ് ഉണ്ട്, അതേപോലെ ഇവിടെ ഒരു വൈറ്റ് പീസ് ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കാര്യം കറക്കുണ്ടാവുക. അപ്പോൾ ഞാൻ ഇനി ഇവിടെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഇതിൻ്റെ സൈഡിൽ വരുന്ന കളറ് നമുക്ക് ബ്ലൂ ആണ് വരുന്നത്. അപ്പോൾ ഇത് ബ്ലൂവിൻ്റെ സെൻറ്റർ പീസിന് മാച്ച് ആക്കിയിട്ട് നമ്മൾ വെക്കണം. അതാ ഇങ്ങനെ മാച്ച് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ ഇതിനെ ഇങ്ങോട്ട് എത്തിക്കണം. ഇനി ഇതൊന്നും ചെയ്യണ്ട, ഇനി നമ്മളിത് ഇങ്ങോട്ട് എത്തിക്കണം. അപ്പോൾ ഇതിനെന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ഇതൊന്ന് റൈറ്റിൽ ഇരിക്കുക, ഇതും പൊക്കുക, അത് നേരെ ലെഫ്റ്റിൽ ഇരിക്കുക, താഴ്ത്തുക. അപ്പോൾ ഇവിടെ ഇങ്ങനെ വന്നു, ഇവിടെ ഫില്ലാവും ചെയ്തു. ഇതേപോലെ നമുക്ക് എല്ലായിടത്തും ടീ കിട്ടണം. പിന്നെ ഇവിടെ ഫുള്ളാവും വേണം. അതെങ്ങനെയാണ് ഞാൻ പറയാൻ പാടുള്ളത്. പിന്നെ എവിടെയും വൈറ്റ് പീസ് ഉണ്ട്, ഒക്കെ ഇവിടെ വൈറ്റ് പീസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ നേരെ പുറത്ത പീസ് ഗ്രീനാണ്. അപ്പോൾ നമ്മൾ ഗ്രീനിൻ്റെ അങ്ങോട്ട് മാച്ച് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇത് ഇങ്ങോട്ട് എത്തിക്കണം. അപ്പോൾ അതേ നേരത്തെ ചെയ്ത് അതേപോലെ റൈറ്റിലേക്ക് ഇരിക്കുക, പൊന്തിക്കുക, ലെഫ്റ്റ് ഇരിക്കുക, താഴ്ത്തുക. ഇത്ര പണിയുള്ളൂ. ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. ഇവിടെ നമുക്ക് എത്തിക്കണം, പക്ഷേ ഇത് ഇവിടെ ഈ കാര്യം കിടക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മൾ ചിലവർക്കൊന്നും അറിയില്ല എന്താ ചെയ്യുക. അപ്പോൾ എല്ലാവരും കൂടി കൊളാവും. അപ്പോൾ ഈ നമ്മളുടെ ഈ മാച്ചിലെ കളറും ഇതൊക്കെ ആകെ കൊളാവും. അപ്പോൾ നമ്മളങ്ങനെ നേരെ ഇതേപോലെ ചെയ്യണം. നമ്മൾ ഇതൊന്ന് പൊക്കുക, എന്നിട്ട് ഇത് റൈറ്റിൽ ഇരിക്കുക, എന്നിട്ട് താഴ്ത്തുക. അപ്പോൾ ഇങ്ങോട്ട് എത്തി. ഇനി മാച്ച് ചെയ്തു. ഇത് ഓൾറെഡി മാച്ചായി കിടക്കുകയാണ്. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പോയി മാച്ച് ചെയ്യുക. എന്നിട്ട് ഇനി ഇത് നമുക്ക് ഇങ്ങോട്ട് എത്തിക്കണം. അപ്പോൾ ഇങ്ങോട്ട് ഇരിക്കുക, പൊന്തിക്കുക, ഓക്കെ. ഇത്ര പണിയുള്ളൂ. അപ്പോൾ ഇവിടെ ടീ ആയി, ഇവിടെയും ടീ ആയി, അതാ ഇവിടെയും ടീ ആയി. ഇവിടെ ഇനി ഒന്നുകൂടിയും വരാണ്ട്. അപ്പോൾ ഇവിടെ ഇനി ഒറ്റൊരു കളറിലൂടെ വരാൻ ഈ ഒരു വൈറ്റ് വന്നാൽ ഇവിടെയും ഗ്രീനാവും, അതേപോലെ ഇവിടെ ഫില്ലാവും ചെയ്യും. അപ്പോൾ നമ്മളിത് ഇതാക്കണതിന് നേരെ അടിയിലാക്കി വെക്കുക. എന്നിട്ട് ഇതൊന്ന് പൊന്തിച്ച പിന്നെ അത് രണ്ടും അവിടെ ഇരിക്കുക. അപ്പോൾ അത് ഇങ്ങോട്ട് എത്തി. എന്നിട്ട് നമ്മളിത് ഇങ്ങോട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ കാരണം വരിക. അപ്പോൾ ഇവിടെ റെഡാണ്, അപ്പോൾ റെഡിനെ മാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ വരും. അപ്പോൾ ഇങ്ങനെ വരുന്നാൽ നമ്മൾ നേരത്തെ ചെയ്ത് അതേ സ്റ്റെപ്പ് ഇവിടെയും ചെയ്യാം.
അപ്പോൾ ഇതാ എല്ലായിടത്തും നമുക്ക് ടീ കിട്ടി. അതേപോലെ ഇവിടെ വൈറ്റ് ഫിനിഷ് ആവുകയും ചെയ്തു. ഇനി നമ്മൾ സെക്കൻഡ് ഫ്ലോർ, ഈ ഒരു ഫ്ലോറ് ഫുള്ള് റെഡിയാക്കണം. ചിലർക്ക് ഏതിലൊരു ഭാഗം അങ്ങനെ ഫുള്ളായി കിടക്കുന്നുണ്ടാവും. അത് അങ്ങനെ തന്നെ വെച്ചാൽ മതി. എൻ്റെ ഇവിടെ ഒന്ന് ഫുള്ളായിക്കണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ രണ്ട് മഞ്ഞ അതേപോലെ വൈറ്റ് വരാത്ത കളർ എടുക്കുക, പീസുകൾ എടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനത്തെ ഒരു പീസ് ഇതാ. അപ്പോൾ ഈ നമ്മൾ ഈ റെഡ് ഇത് ഓറഞ്ച് ആട്ടോ, ഇത് റെഡും. അപ്പോൾ നമ്മളിത് നേരെ റെഡിനെ ഉണ്ടാക്കുക. പിന്നെ ഇവിടെ അതിൻ്റെ നേരെ മേലെ വരുന്ന കളറ് ബ്ലൂ ആണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് നമ്മുടെ ബ്ലൂ ഇല്ലേ, ഇത് നമ്മളിവിടെ ഉണ്ട് എന്നാലും പ്രശ്നമല്ല, നമ്മൾ അങ്ങനെ തന്നെ ചെയ്യണം. ഇത് നമുക്ക് തെറ്റി കിടക്കണം. അപ്പോൾ ഇത് ഇവിടെ കണ്ടോ കിടക്കണം, ഇത് നമ്മൾ ഇങ്ങോട്ട് എത്തിക്കണം. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ ബ്ലൂ ആണ്, ഇവിടേക്ക് നമ്മൾ എത്തിക്കണം. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ തിരിക്കേണ്ട. അപ്പോൾ ഇവിടേക്ക് നമ്മൾ തിരിക്കണം, ഗ്രീനിൻ്റെ അങ്ങോട്ട്. എന്നിട്ട് ഇവിടെ പൊന്തിക്കുക. ഇനി നമ്മൾ അങ്ങോട്ട് തിരിച്ചില്ല, അത് ഇങ്ങോട്ട് തന്നെ തിരിക്കുക, താഴ്ത്തുക. ഇപ്പോൾ ഇവിടെ മിസ്സായി അത്. ഇനി നമ്മൾ ഇപ്പോൾ ഇവിടെ അങ്ങനെ കിട്ടി. ഇനി നമ്മൾ എന്ത് കാട്ടണം, നേരത്തെ കാട്ടിയ അതേ സ്റ്റെപ്പ് ഇത് ഇങ്ങോട്ട് എത്തിക്കണം. അങ്ങനെയൊക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് എത്തി. ഇനി നമ്മൾ അടുത്ത് നോക്കേണ്ടത് ഗ്രീനും അതേപോലെ റെഡും. അപ്പോൾ എൻ്റെ റെഡ് ഇവിടെയാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുക, ഇവിടെ പൊന്തിക്കുക, പിന്നെ ഇങ്ങോട്ട് തന്നെ ആക്കുക, താഴ്ത്തുക. പിന്നെ നമ്മൾ ആദ്യം ചെയ്ത അതേ സ്റ്റെപ്പ്. അപ്പോൾ ഈ ഒരു ഇത് റെഡിയായി. അപ്പോൾ ഇനി നമ്മൾ ഇങ്ങനെ മാച്ച് ചെയ്യുക. ഇവിടെ ഓറഞ്ചാണ്, അപ്പോൾ ഇവിടെ നമ്മളുടെ ഓറഞ്ചില്ല, ഇത് നമുക്ക് ഇങ്ങോട്ടാണ് എത്തിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുക, പൊന്തിക്കുക, അങ്ങനെയൊക്കെ ചെറിയ സ്റ്റെപ്പ് ചെയ്യുക. ഇത്ര പണിയുള്ളൂ. അപ്പോൾ നമുക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഓറഞ്ച് നമ്മൾ ഇങ്ങോട്ട് എത്തിച്ചു. ഇനി നമുക്ക് ചെയ്യേണ്ട കളറ് ഇതാണ്. ഇപ്പോൾ ഇവിടെ വരുന്ന കളർ ഓറഞ്ചാണ്. ഇപ്പോൾ ഇത് ഓറഞ്ചിൻ്റെ ഭാഗത്തേക്ക് മാച്ച് ചെയ്യുക. പിന്നെ ഗ്രീന്, ഈ ഒരു ഗ്രീന് നമ്മൾ ഈ ഇങ്ങോട്ട് എത്തിക്കണം. അപ്പോൾ അത് നമ്മൾ ഓപ്പോസിറ്റ് ഇരിക്കുക, ഇവിടെ പൊന്തിക്കുക, തിരിക്കുക, അങ്ങനെ ആക്കുക. 6 ചെറിയ സ്റ്റെപ്പ്, എപ്പോഴും ഈ സ്റ്റെപ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ടി വരിക. അപ്പോൾ അതും റെഡിയായി. അപ്പോൾ കണ്ടാവും നമ്മൾ സെക്കൻഡ് ലെയർ ഫുള്ള് റെഡിയായി. ഇതാ ഈ ലെയർ കയറി നോക്കണം, എന്തായാലും ശ്രദ്ധിക്കണം. പിന്നെ ഇത് ഇങ്ങനെ മാച്ചാവും വേണം. പിന്നെ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇവിടെ മഞ്ഞ പ്ലസ് വരുത്താണ് വേണ്ടത്. അപ്പോൾ നമ്മളിനി ഇവിടെ പ്ലസ് വരുത്താൻ, ഇവിടെ പ്ലസ് ചിലർക്ക് പ്ലസ് ഓൾറെഡി വന്നിട്ടുണ്ടാവും, അല്ലാത്തവർക്ക് ഈ വെറും യെല്ലോ, ഇതൊന്നും ഇല്ലാതെ വെറും യെല്ലോ സെൻറ്റർ പീസ് ആയിക്കാരം. അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു ജെ ഷേപ്പൊക്കെ, ഒരു നമുക്കിങ്ങനെ ഒരു ജെ ഷേപ്പൊക്കെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് പറയുന്നത് ഒരു ഇ ഷേപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ ശരിയാക്കാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് പൊങ്ങിക്കുക, ഇതൊന്ന് പൊക്കുക. നമുക്ക് പ്ലസ് ആണ് കേട്ടോ വരേണ്ടത്. അപ്പോൾ ഇവിടെ ഒന്ന് ലിഫ്റ്റ് ചെയ്യുക. പിന്നെ ഈ നേരെ അതിൻ്റെ ബാക്ക് സൈഡ് നമ്മൾ പൊക്കുക. അപ്പോൾ ഇവിടെ 2 എണ്ണം ഉണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ നേരെ തിരിക്കുക, ഇങ്ങോട്ട് ഇരിക്കുക. എന്നിട്ട് ഈ ബാക്ക് പൊങ്ങിച്ചത് താത്തുക, ഇത് ഇങ്ങോട്ട് തന്നെ ആക്കുക, അതേപോലെ താത്തുക. അപ്പോൾ നമുക്ക് പ്ലസ് കിട്ടി. അപ്പോൾ ഇനിയും പ്ലസ് കിട്ടാത്ത ആൾക്കാർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിപ്പോൾ ചെയ്തില്ലേ അതേ സ്റ്റെപ്പ് തന്നെ ഒന്നുകൂടിയും ചെയ്യുക. അങ്ങനെ ചിലപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ ചെയ്താലുള്ളൂ അതേപോലെ മാച്ചായി കിട്ടുക. അപ്പോൾ എൻ്റെ ഫസ്റ്റ് തന്നെ മാച്ചായി. ഇനി നമ്മൾ ശരിയാക്കാനുള്ളത് ഇത് ഓറഞ്ചാണ്, റെഡ് അല്ല കേട്ടോ. പിന്നെ ഇങ്ങനെ ഒരു സെൻറ്റർ പീസ് മാച്ച് ആവണം. അപ്പോൾ ഇതിൻ്റെ ഒരു 2 എണ്ണമെങ്കിലും മാച്ച് ആവണത്. അപ്പോൾ ഇതും റെഡിയായി, ഇതും റെഡിയായി. ചിലവരത് ഒന്നും റെഡിയായി, ചിലരത് ഒന്നും റെഡിയായി, ഒന്നെങ്കിലും റെഡി ഉണ്ടാവും ചിലരത്. അപ്പോൾ ആ റെഡിയായത് ബാക്ക് കൊണ്ടുവരിക. ഒറ്റന്നാണെങ്കിൽ 2 എണ്ണം ശരിയായിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഒരു ഭാഗം നമ്മുടെ ഈ കൈൻ്റെ വലത് കൈൻ്റെ ഭാഗത്തും ഒന്ന് നമ്മൾ കാണാത്ത ഭാഗം ബാക്ക് ഭാഗം. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാൻ കാണിച്ചു തരാം. നമ്മൾ ഒന്ന് പൊക്കുക, ഫ്രണ്ട് ഒന്ന് പൊക്കുക, പിന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിക്കുക, ആ പൊക്കിയത് താത്തുക,
ഒന്നുകൂടി ഇങ്ങോട്ട് ഇരിക്കുക, പിന്നെ ഇത് പോക്കുക, പിന്നെ രണ്ട് പ്രാവശ്യം തിരിക്കുക, എന്നിട്ട് അതേപോലെ താത്തുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഫുള്ള് കുളമായി കിടക്കും. അപ്പോൾ നമ്മൾ എന്ത് കാട്ടുക, ഏതെങ്കിലും ഒരു കളറ് മാച്ച് ചെയ്യുക. അപ്പോൾ ഇത് ഓറഞ്ചാണ്, അപ്പോൾ ഈ ഓറഞ്ച് ഞാൻ മാച്ച് ചെയ്തു. അപ്പോൾ എന്തായി, എല്ലാതും റെഡിയായി. കേട്ടോ, എല്ലാം നമുക്ക് തന്നെ സെൻറ്റർ പീസ് കിട്ടി. അതുപോലെ ഈ പ്ലസ്സും പോകാതെ ബാക്കും ശരി നോക്കണം. ഇനി നമുക്ക് അത് ശരിയാക്കാം. അപ്പോൾ ഏകദേശം ഒരു 90% അല്ലെങ്കിൽ ഒരു 85% നമ്മുടെ ക്യൂബ് സോൾവായി. ഇനി നമുക്ക് ഈ ഒരു 4 കോർണർ പീസുകളാണ് നമുക്ക് സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുക, ഇവിടെ സോൾവാണ്. ഇവിടെ ഇത് പറ്റൂല. ഇത് നമ്മൾ ഏകദേശം ഒരു കളറ്, ഇപ്പോൾ ഓറഞ്ച്, ഗ്രീന്, യെല്ലോ, ഈ ഒരു ബ്ലോക്കും ഓറഞ്ച്, ഗ്രീന്, യെല്ലോ എന്ന് പറഞ്ഞ കളേഴ്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് റെഡിയാക്കാൻ പറ്റും, അല്ലാതെ പറ്റൂല. അപ്പോൾ ഇത് പറ്റൂല. പിന്നെ ഓറഞ്ച്, ബ്ലൂ ഇതും പറ്റൂല. റെഡ്, ബ്ലൂ ഇതുമില്ല. അപ്പോൾ ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ ഇപ്പോൾ ഒരു ഇത് കാണിച്ചു തരാം. അപ്പോൾ ശരിയാവുമോ നോക്കണം. നമ്മൾ ഈ ഒരു ഇങ്ങനെ മാച്ചായി കിടക്കണത് ഒന്ന് ഇങ്ങോട്ട് തിരിക്കുക, എന്നിട്ട് ഇവിടെ വെക്കുക, എന്നിട്ട് നമ്മൾ ആ തിരിച്ച് ഇങ്ങോട്ട് തന്നെ ആക്കുക, ശരിയാക്കുക. പിന്നെ ഇത് ഇവിടെ പോലെ ഈ സൈഡ് വെക്കുക. നമ്മൾ ഈ ഇങ്ങോട്ടാക്കിയില്ലേ, ഈ വെയിറ്റിനെ നമ്മൾ ഇങ്ങോട്ട് എത്തിക്കുക. പിന്നെ അത് താഴ്ത്തുക, പിന്നെ ഇത് മാച്ച് ചെയ്യുക, താഴ്ത്തുക. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും കിട്ടിയോ നോക്കുക. ഓറഞ്ച് ഇത് റെഡിയായി. ഓറഞ്ച്, ഗ്രീന്, യെല്ലോ ഇത് ഈ ബ്ലോക്ക് ശരിയായി. ഇനി ബ്ലൂ, പിന്നെ ഇനി ഇവിടെ വരുന്ന കളറ് ഓറഞ്ചും അതേപോലെ ബ്ലൂ ആണ്. അപ്പം ഇത് ശരിയായിട്ടില്ല, ഇതും ശരിയല്ല. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ശരിയായിട്ടുണ്ട്. അതായത് ഈ ബ്ലോക്ക് ശരി. അപ്പം നമ്മൾ നേരത്തെ ചെയ്തൊരു സ്റ്റെപ്പ് അതിനെ ചെയ്യുക. അങ്ങനെ വെക്കുക, ആക്കുക. വീഡിയോ ഒന്ന് ബാക്ക് അടിച്ച് നോക്കിയാൽ മതി, ഇത്ര പണിയുള്ളൂ. അപ്പം ഇനി നമുക്ക് ഒന്നുകൂടി ശരിയായിക്കണം നോക്കുക. ഇത് ഓൾറെഡി ഡണ്ണാണ്, സോൾവ് ആയിക്കണം. പിന്നെ ഈ പീസ് ഓറഞ്ച്, ബ്ലൂ, യെല്ലോ, പിന്നെ റെഡ്, ബ്ലൂ, യെല്ലോ. അപ്പോൾ ഇതും ശരിയായി. ഇനി റെഡ്, ഗ്രീൻ, യെല്ലോ, അതുപോലെ യെല്ലോ, ഓറഞ്ച്, ഗ്രീൻ. അപ്പോൾ അതും സോൾവായി. ഇനി നമുക്ക് ഇപ്പോൾ ഒരു 90-92% നമ്മുടെ ക്യൂബ് സോൾവ് ആയിട്ടുണ്ട്. ഇനി ആകെ ഒറ്റൊരു ഇതുള്ളൂ. ഇത് അൽഗോരിതം അല്ലാത്തൊരു വീഡിയോ ആയതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും പഠിയണം ഓരോയാണ് ഞാൻ ചെയ്തു തരുന്നത്. ഇനി നമ്മളെല്ലാവരും ശ്രദ്ധിക്കുക. ഇതൊരു ഈസി മെത്തേഡാണ് ഈ ക്യൂബ് സോൾവിങ്ങിൽ. ഏറ്റവും ഈസി ഇതാണ്. എന്താ വെച്ചാൽ ഒന്നിട്ട് നമ്മൾ ഡൗൺ ഇങ്ങനെയല്ലേ, പ്ലസ് നമ്മൾ ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, ഡൗൺ, പിന്നെ ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. അപ്പോൾ നമുക്കിവിടെ ഒരു മഞ്ഞ കിട്ടി. ഇനി എന്ത് ചെയ്യണം, ഇങ്ങോട്ട് തന്നെ തിരിക്കുക. ഈ ക്യൂബ് നമ്മൾ പിന്നെ ഇങ്ങനെ തിരിക്കരുത്. ഒരു ഭാഗം നമ്മൾ കരുതി വെച്ചാൽ പിന്നെ തിരിക്കാൻ പറ്റില്ല. ഇനി ഞാൻ ഈ ഗ്രീൻ സോൾവ് ആവണമായിരുന്നു തിരിക്കാൻ പറ്റില്ല. ഇങ്ങോട്ട് ഞാൻ തിരിച്ചു. ഈ ഫ്രണ്ട് പീസ് ഇങ്ങനെ തിരിച്ചാൽ മതി. ഈ പീസ് ഇനി അതന്നെ ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ് അതേ തന്നെ ചെയ്യുക. ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. അപ്പോൾ ഇവിടെയും യെല്ലോ വന്നു. ഇനി നമ്മൾ അതേപോലെ തിരിക്കുക. അല്ല ഇതും മാറ്റരുത്, ഫേസ് മാറ്റരുത്. അത് തന്നെ ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. അപ്പോൾ ഇവിടെയും വന്നു. ഇനി ലാസ്റ്റ് സ്റ്റെപ്പാണിത്. ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്, ഡൗൺ, ലെഫ്റ്റ്, അപ്പ്, റൈറ്റ്. നമ്മളുടെ ക്യൂബ് സോൾവായി. ഇത്ര പണിയുള്ളൂ നമുക്ക് നമ്മളുടെ ഒരു ക്യൂബ് സോൾവ് ചെയ്യാൻ. അപ്പോൾ ഇനി ഞാൻ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഈ റൂബിക്സ് ക്യൂബിൻ്റെ കുറച്ച് ട്രിക്സുകളെ കുറിച്ചുള്ള വീഡിയോസായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ.